ഇപ്പൊ ആക്ച്വലി ചേട്ടന്റെ ഒരു കരിയർ ലൈൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇത് മൂന്നാമത്തെ പടമാണ്. അതെ ലൈക് വിദ്യാജി എന്ന് പറയുന്നത് ലൈക്ക് ഇയേഴ്സ് ആയിട്ട് ഈ ഫീൽഡിൽ എന്താ പറയാ നിന്ന് പുള്ളി ഒരു എംപയർ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു അതെ അതെ ലെജൻഡ് ആണ്. അതെ സോ ചേട്ടൻ അപ്രോച്ച് ചെയ്ത സമയത്ത് ലൈക്ക് എന്താ പറയാ വളരെ എന്താ പറയാ നമ്മൾക്കൊരു ഒരു റാപ്പ് വിഷയം ഒന്നും ഞാൻ എല്ലാത്തരം സിനിമകളും കാണും, എല്ലാ Okay. ജോണേഴ്സും കാണാറുണ്ട്. വാട്ട് ഡു യു പ്രിഫർ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ ലൈക്ക് നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോ ചേട്ടൻ ആസ് എ ഡയറക്ടർ ലൈക്ക് നമുക്കിപ്പോൾ ഒരുപാട് അപ്കമിങ് ആക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, അതായത് ബഡ്ഡിങ് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, മേ ബി ക്യാമറാമാൻ, സിനിമാറ്റോഗ്രാഫി, ഇതിലെല്ലാം താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. കാരണം ആർട്ട് ഫീൽഡ് തന്നെ നോക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്, ടേസ്റ്റ് ഉള്ള ആളുകൾ കൂടുതലാണ്. സോ ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റിന് അരുൺ ബോസ് എന്ന് പറഞ്ഞ ഡയറക്ടറെ സമീപിക്കുമ്പോൾ ലൈക്ക് വാട്ട് ഓൾ തിങ്സ് വിൽ യു സ്പെസിഫിക്കലി ലുക്ക് ഇൻ? ഇപ്പൊ ലൈക്ക് ചേട്ടനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ എക്സ്ട്രീംലി പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഓക്കെ, പിന്നെന്താ പാഷൻ, പെർസിവിയറൻസ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി, പിന്നെ ഒരു ടീം പ്ലെയർ ആയിരിക്കണം. ആ ഉറപ്പ് എനിക്ക് 100% കിട്ടിയാൽ മാത്രമേ എങ്ങനെയാളെ എനിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു ടീം വർക്കും കൂടെയാണ്. അപ്പോൾ ആ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള വില്ലിങ്നെസ് ഉള്ള ആൾക്കാർ, പിന്നെ അസാധ്യമായിട്ടുള്ള വായനയും സാധ്യമായിട്ടുള്ള സിനിമാ കാഴ്ചയും ഔട്ട്ലുക്കും വേൾഡ് വിഷനും യാത്രാ എക്സ്പീരിയൻസുകളും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എനിക്ക് പ്രത്യേകിച്ച്. പിന്നെ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ ഈ പ്രൊഫഷനിൽ സ്റ്റിക്ക് ചെയ്യുന്ന ആൾക്കാർ ഫുൾ ഓൺ ആയിട്ടുള്ള ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ്, ഇപ്പൊ എത്രയോ തിയേറ്റർ ആർട്ടിസ്റ്റുകളുണ്ട്, അവരിതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ. ഐ വുഡ് പ്രിഫർ ടു എന്റർടൈൻ ദം. കാരണം പാർട്ട് ടൈം പ്രൊഫഷൻ അല്ലാണ്ട് ഫുൾ ടൈം ഡെഡിക്കേഷൻ ഉള്ള ആൾക്കാരെ ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആർട്ടിസ്റ്റുകളുടെ ഒക്കെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിക്കാറ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പഠനം ഒരിക്കലും നിൽക്കുന്നില്ല. ഇപ്പം എല്ലാ ഫിലിം മേക്കേഴ്സും, ഈ പറയുന്ന സ്റ്റീഫൻ സ്പീൽബർഗ് പോലുള്ള സീനിയർ ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ മാർട്ടിൻ സ്കോർസി പോലെ സീനിയർ അവർ പോലും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി, ആ ത്വര അതില്ലെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞു എന്നൊരു സംഭവം ഇല്ലല്ലോ. ലൈഫ് ലോങ് മുഴുവൻ വി ആർ ലേണേഴ്സ്. അപ്പോൾ ആ ലേണിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും അവർക്ക് സിനിമയോടൊരു ഇഷ്ടവും ഇതെനിക്ക് പ്രൊഫഷൻ ആക്കണമെന്ന് തോന്നാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ചിലപ്പോൾ അതൊരു മൂവി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. ഇപ്പൊ ചേട്ടന്റെ കാര്യത്തിൽ ഏതായിരിക്കും വർക്ക് ആയിരിക്കുന്നത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ ആദ്യകാലത്തുനിന്ന് ഒരു ഫിലിം ഡയറക്ടർ ആകണം എന്നൊന്നും ചിന്തിച്ചു വന്ന ഒരാളല്ല. എനിക്ക് 97 ഞാൻ SSLC കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഡിഗ്രി ടൈമിലൊന്നും ഇങ്ങനെയൊന്നും ചിന്തിക്കാനൊരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. ബട്ട് എന്തോ ഓഡിയോ വിഷ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. അന്നൊരു പക്ഷേ മ്യൂസിക് വീഡിയോസ് ആയിരുന്നു എനിക്ക് കൂടുതൽ ദൂരദർശനിലൊക്കെ കണ്ടിരുന്ന മ്യൂസിക് ആൽബംസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നെ അഡ്വർടൈസ്മെന്റ് ലൈനിൽ ഞാൻ വരുന്നത് ഒരു വർഷം അസിസ്റ്റ് ചെയ്തു. പഴയ പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആഡ്സിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് തന്നെ വിനോദ് AK എന്ന് പറയുന്ന ഒരു ആഡ് ഫിലിം മേക്കറായിരുന്നു. പക്ഷെ അതിനുശേഷം PR വർക്ക് ചെയ്തു, 3 വർഷം IT വർക്ക് ചെയ്തു. പക്ഷെ നമുക്ക് സർവൈവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുശേഷം ഒരു സെൽഫ് ഷൂട്ടിംഗ് ഷോർട്ട് ഫിലിം മേക്കറായിട്ട് കുറെ നടന്നു. ഹാൻഡിക്യാംസ് യൂസ് ചെയ്യാൻ കുറെ ഷോർട്ട് ഫിലിംസ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ സ്വയം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ ഡോക്യുമെന്ററി ഫിലിംസ് ആയിട്ട് ഒരു വർഷം ട്രാവൽ ചെയ്തു. സീരിയസ് ആയിട്ടുള്ള അക്കാഡമിക് ഡോക്യുമെന്ററീസ്, ട്രൈബൽ ഡോക്യുമെന്ററീസ് ഒക്കെ നാഷണൽ ഫോക്ലോർ സപ്പോർട്ട് സെന്റർ എന്ന് പറഞ്ഞൊരു ഫേമുമായിട്ട് 2010. ആ സമയത്ത് ഒരു ഷോർട്ട് ഫിലിം അവാർഡ് കിട്ടി. ആ സമയത്തായിരിക്കാം പ്രോബബ്ലി ഞാനൊരു ഡിസിഷനിൽ എത്തുന്നത്, ഇതൊരു സീരിയസ് കരിയറായിട്ടും ചൂസ് ചെയ്യണം എന്നുള്ളത്. ഡോക്യുമെന്ററിയിൽ നിന്ന് കൂടുതൽ നറേറ്റീവ് സിനിമകൾ അല്ലെങ്കിൽ ഫിക്ഷൻ സിനിമകളിലേക്ക് ചിന്തിച്ചു തുടങ്ങിയ ആ സമയത്താണ്. ഒരു ഫീച്ചർ ലെങ്ത് ഫിക്ഷൻ സിനിമകൾ. പിന്നെയാണ് തിരക്കഥ എഴുതുന്നതും. ലൂക്ക അല്ല ആദ്യത്തെ തിരക്കഥ, അതിന് മുന്നേ ഒരു തിരക്കഥ സിനിമയായിട്ടില്ല. ലൂക്ക 2ാമത്തെ തിരക്കഥയാണ്. ഒരു ഇൻഡി വേയിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു തമിഴ് സിനിമ, 1.5 മണിക്കൂറിലൊരു സിനിമ. ഒരു DSLR ക്യാമറ മാത്രമായിട്ട് ട്രാവൽ ചെയ്ത്, അതും സെൻസറൊക്കെ ചെയ്തിരിക്കുന്ന സിനിമയാണ്.
അപ്പം ഒരു എൻ്റെ ലേണിംഗ് കർവ് അങ്ങനെയാണ് പ്രോബ്ലി. ഞാൻ ട്രയൽ ആൻഡ് എററിലൂടെ തന്നെയാണ് നമ്മൾ ഡിസിഷനിലേക്ക് വരുന്നത് പഠിച്ചത്. ഓക്കെ, അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ പ്രോബ്ലി നമ്മളെ തളർത്താൻ പറ്റില്ല എന്ന് പറയുന്നത്. അതെ, നമ്മള് അതെ ഓൾട്ടർനേറ്റീവ് രണ്ട് എക്സ്ട്രീമാണ്. നടന്നു ഇല്ലെങ്കിൽ ഇല്ല. ഇതിന്റെ നടുക്കുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നില്ല. തീർച്ചയായിട്ടും നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അതെ, ഇതല്ലെങ്കിൽ എന്താണ് വേറെ എന്ന് ചിന്തിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. സെയിം ആണ്. ഞാൻ തിരിച്ചു വരികയാണ്. നമ്മള് ഇപ്പൊ മിണ്ടിയും പറഞ്ഞു മാരിവില്ലൻ ഗോപുരങ്ങൾ. അതില് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ സെഷന് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ലൈക്ക് എനിക്കും പുതിയൊരു നോളജ് ആയിരുന്നു. അതായത് മിണ്ടിയും പറഞ്ഞു ആക്ച്വലി മാരിവില്ലൻ ഗോപുരങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് ഓൾമോസ്റ്റ് ഇപ്പോൾ 1 year ബിഫോർ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. 1 വർഷം കറക്റ്റ് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. സോ അതിലെന്തെങ്കിലും പ്ലാനിങ് ഉള്ളതുകൊണ്ടാണോ ലൈക്ക് ഈ മാരിവില്ലൻ ഗോപുരങ്ങൾ ഫസ്റ്റ് വന്നതും മിണ്ടിയും പറഞ്ഞ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും? ഇത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നല്ല. സിനിമയിൽ മിണ്ടിയും പറഞ്ഞൊരു ചെറിയ 1-2 കൊച്ചു കറക്ഷൻസ് ഇടയ്ക്കായിരുന്നു. ഓക്കെ, ആ കറക്ഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുന്നു. ഓൾമോസ്റ്റ് സിനിമ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി അത് ഡയറക്ടർ സലീം അഹമ്മദാണ് മിണ്ടിയും പറഞ്ഞും പ്രൊഡ്യൂസ് ചെയ്തത്. സലീമക്കും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ആ സിനിമ എങ്ങനെ ഓഡിയൻസിൽ എത്തണം എന്നുള്ളതിനെ പറ്റി. ഇപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആ സിനിമ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ് മിണ്ടിയും പറഞ്ഞു. ഉണ്ണി അപർണയും നല്ല അസലായിട്ട് അല്ല നമ്മളെ കഥാപാത്രങ്ങളായി മാറിയ സിനിമയാണ്. നമ്മളെ സോങ് കാണുമ്പോഴാണെങ്കിലും എന്താ പറയാ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതായത് ചേട്ടൻ്റെ ഒരു യൂഷ്വൽ ഷെയ്ഡിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. പ്രോബബ്ലി നേരെ തിരിച്ചായിരിക്കും. എന്നെ വളരെ അടുത്തറിയുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയെ മിണ്ടിയും പറഞ്ഞു പോലെ സിനിമയാണ്. ഓക്കെ, ഇപ്പോഴുള്ള ജേണറല്ല. മറ്റത് ലൂക്കയും മാരിവില് ഗോപുരങ്ങളും ഒക്കെ എൻ്റെ അഡ്വഞ്ചേഴ്സ് ആണ്. ഓക്കെ, പക്ഷെ മിണ്ടിയും പറഞ്ഞും ഞാനായിട്ട് നിന്ന് ചെയ്തൊരു സിനിമയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ ചില ഫിലിം മേക്കേഴ്സ് അവരുടെ ഫസ്റ്റ് മൂവി അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു 3-4 സിനിമ ചിലപ്പോൾ അവരാഗ്രഹിക്കുന്ന ഒരു ജോണർ അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഫസ്റ്റ് മൂവി ചിലപ്പോൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത്തരം ജോണറുകൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നവരും കൂടി ആയിരിക്കാം പോസിബിളി. കാരണം ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് ഡിമാൻഡ്സ് വരുമല്ലോ. ബട്ട് അരുൺ ബോസ് ആസ് എ ഡയറക്ടർ ലൈക്ക് ചേട്ടൻ്റെ ശരിക്കുള്ള ജേണർ അല്ലെങ്കിൽ ചേട്ടന് ഒരു പ്രൊഫഷണൽ ലൈനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജേണർ ഏതായിരിക്കും? ആസ് എ ഫിലിം മേക്കർ ഞാൻ എല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാ ജോണേഴ്സും സിനിമ കാണാറുണ്ട്, എല്ലാ തരം സിനിമകളും കാണാറുണ്ട്. ഞാൻ ഫിലിം ഫാക്കൽറ്റിയാണ്. സോ റെഗുലറായിട്ട് സിനിമകൾ എല്ലാത്തരം സിനിമകളും കാണുകയും എല്ലാത്തരം സിനിമകളും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. സോ എല്ലാത്തരം സിനിമകളും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വർക്ക് ഇപ്പം എല്ലാം നമ്മളുടെ കുട്ടികളാണ്. എന്നാലും ഇളയ ആളോട് ഒരു കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജേണർ ചേട്ടന് വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു താല്പര്യം ഉണ്ടാവും? ഒരു ഇന്ന ജോണർ എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഫാന്റസി സിനിമ വേണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊരു ആക്ഷൻ സിനിമ വേണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഫുൾ ഓൺ ആക്ഷൻ പടം. എനിക്കൊരു ഇപ്പം ഞാൻ പറയില്ലേ, ഇപ്പം ഇമോഷണൽ ഡ്രാമാസ് എനിക്ക് വളരെ ഇഷ്ടമാണ് കാണാനായിട്ടും. ഒന്നത് ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഒട്ടും ഈസി അല്ലാത്തൊരു ജോണറാണ് റിലേഷൻഷിപ്പ് ഡ്രാമാസ്. റിലേഷൻഷിപ്പ് ഡ്രാമാസിന് ഒരു മെച്യൂരിറ്റി വേണം ചെയ്യാനായിട്ട്. അത് ആ ഒരു മെച്യൂരിറ്റിയിലുള്ള റിലേഷൻ ഡ്രാമാസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിലുണ്ടായ സിനിമകൾ എടുക്കുക, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഡ്രാമാസ് റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്കൊരു തെറ്റിദ്ധാരണ ഇന്ന ജോണർ വർക്കാവില്ല, ഇന്ന ജോണർ വർക്കാവുന്നില്ല, അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ട്രാജഡി വർക്കാവേണ്ടതല്ല. ട്രാജഡി എത്രയോ ട്രാജഡീസ് ആണ് ആൾക്കാർ നെഞ്ചിലേറ്റിട്ടുള്ളത്, റിപ്പീറ്റ് ആയിട്ട് കാണുന്നത്. തന്മാത്ര പോലത്തെ സിനിമ വീണ്ടും വീണ്ടും നമ്മൾ കാണും ടിവിയിൽ. ഏത് ജോണറും വർക്കാണ്. അൾട്ടിമേറ്റ്ലി ഒറ്റ കാര്യമുള്ളത്, ഓഡിയൻസ് ആയിട്ട് സംവേദിക്കണം, ഓഡിയൻസിന് അതിൻ്റെ കണക്ട് ഉണ്ടാവണം. ഈ നമ്മൾ ചെയ്യുന്ന സിനിമ ഏത് ഓഡിയൻസിനാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ടാർഗറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഓഡിയൻസിന് അത് കണക്ട് ആവണം എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. പിന്നെ എനിക്ക് തന്നെ റിപ്പീറ്റ് ആയിട്ട് എൻ്റെ സിനിമ കാണാൻ തോന്നലുണ്ടാവണം ഉറപ്പായിട്ടും. കാരണം അത് എന്നെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പൊ ഈ 3 സിനിമകളിലും ഞാൻ തൃപ്തനാണ്. ലൂക്കയിൽ ഞാൻ തൃപ്തനാണ്, മിണ്ടിയും പറഞ്ഞ് ഞാൻ തൃപ്തനാണ്, മാരിവിലും. ഇത് ഞാൻ വീണ്ടും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ്. തെറ്റുകുറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. തെറ്റുകുറ്റങ്ങളില്ലാതെ ഒന്നും ഒരു ആർട്ട് ഫോം സംഭവിക്കില്ല. ഇംപെർഫെക്ഷൻസ് പല ഏരിയയിലും ഉണ്ടാവും. അതാണല്ലോ. അതെ.
പെർഫെക്റ്റ് ആയിട്ടൊന്നൊരു സംഭവം ഇല്ല. ആൻഡ് എഗെയിൻ ഇപ്പോൾ ചേട്ടൻ കരിയറിൽ ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ 3 സിനിമ വരുന്നു. ലൈക്ക് പുറത്തെ ലാംഗ്വേജസിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് ചേട്ടന് വന്നിട്ടുണ്ടോ? ഉണ്ട്. ആക്ച്വലി കഴിഞ്ഞ വർഷം തന്നെ ഞാനൊരു ഹിന്ദി പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാറ്റൂൺ വൺ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി ആയിട്ട്. ഞാൻ കുറച്ച് നാൾ ബോംബെയിൽ എൻ്റെ റക്കിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രോജക്റ്റ് നമ്മളൊന്ന് റീവാമ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്നും ഇപ്പൊ വെരി സൂൺ വരുമോ അതോ ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണോ? സോ വാച്ച് ഔട്ട് ബോളിവുഡ്, അരുൺ ബോസ് ഇസ് കമ്മിങ്. ഓക്കെ, ഇനി അവിടെയാണ് നമ്മളുടെ കാര്യങ്ങൾ വരുന്നത്. ആൻഡ് അഗെയിൻ ചേട്ടൻ്റെ അപ്കമിങ് പ്രോജക്ട്സ് ഇനി വരാനിരിക്കുന്ന എല്ലാം നിലവിൽ ഐഡിയേഷൻ സ്റ്റേജിലാണ്. ഒരു ഫിനിഷ്ഡ് സ്ക്രിപ്റ്റ് അങ്ങനെയല്ല, ചില തോട്ടുകളുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ലൂക്കയുടെ കോറേറ്റർ മൃദുലുമായിട്ട് ചേർന്നിട്ട് സബ്ജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രമോദ് ആയിട്ട് മാരുലിൻ ഗോപുരങ്ങൾ തിരക്കഥ എഴുതിയ പ്രമോദുമായിട്ട് ചേർത്ത് ഇതൊക്കെ ഒരു ഡിസ്കഷനിലൂടെ ഇവോൾവ് ചെയ്താണ് ഒരു ഫൈനൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയിലേക്ക് എത്തുക. അങ്ങനെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഡിഫറെന്റ് ജോണേഴ്സ് ആണ് എല്ലാം, നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ജോണേഴ്സ് ആണ്. ഒരു വേഴ്സറ്റൈൽ പാറ്റേൺ നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യാം അരുൺ ബോസിന്റെ കയ്യിൽ നിന്ന്. തീർച്ചയായിട്ടും അങ്ങനെ വേണമല്ലോ. അതെ, അല്ല വി ഡു, അതായത് ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു. നമുക്ക് ഇനിയും ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സിനിമകൾ വന്നു. ആൻഡ് കമ്മിങ് ടു ദി ഫാമിലി പാർട്ട്, നോർമലി ഞാനൊരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ബേസിക്കലി ഉള്ള കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫാമിലിനെ പറ്റി എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ലൈക്ക് എങ്ങനെയാ, ഫാമിലി ഹാപ്പി ആണോ ചേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു കരിയർ? കാരണം നേരത്തെ പറഞ്ഞ പോലെ ചേട്ടൻ്റെ ഒരു കരിയർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈബ്രന്റ് ആണ്. അതായത് ജോലിയിൽ നിന്ന് പിന്നെ മാറി സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അവർക്കൊരു ഇൻസെക്യൂരിറ്റി വരാം, വീട്ടുകാർക്ക് വരാം. അതെ, സോ ഇപ്പോ എന്താണ് അവസ്ഥ? വളരെയധികം സപ്പോർട്ടീവ് ആണ്. അച്ഛനും അമ്മയും ഉണ്ട്, രണ്ടുപേരും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രൊഫഷനിൽ. അത് ശരിക്കും എനിക്ക് അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ടി വന്നു സ്റ്റേജിൽ. ആ പ്രൂവ് ചെയ്ത മൊമെന്റ് മുതൽ അവർ 100% ഇതിലാണ്. അതുവരെ അതിന് മുന്നേയും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടല്ലോ. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. ആ ഇൻസെക്യൂരിറ്റീസിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർവൈസ് അവർ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ആണ്. നമ്മള് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോ നാട്ടിലെ അമ്മാവന്മാരൊക്കെ എന്ത് പറയുന്നു? എല്ലാരും സപ്പോർട്ടീവ്. പിന്നെ പ്രത്യേകം എന്റെ ഭാര്യ മിനു എനിക്ക് ഇനി എന്റെ ബാക്ക് ബോൺ ആണ് ഈ ജേർണിയില്. വരാറുണ്ടോ സെറ്റിലൊക്കെ ചേട്ടൻ? മിനു ഇതിൽ നിന്നൊരു ഡിറ്റാച്ച്ഡ് ആയിട്ട് ഈ സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു സിനിമ തുടങ്ങിയാൽ ആ സിനിമയെ അവളൊക്കെ ഏറ്റവും മോശമായിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളും മിനുവിനെ. അപ്പൊ അതിന്റെ എല്ലാം തീർന്നിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് മിനു അതിനെ ഇങ്ങനെ കണ്ടിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറ്. അപ്പൊ പക്ഷെ തീർന്നിരിക്കുന്ന സ്റ്റേജ് എന്ന് വെച്ചാൽ ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് അതിന് കറക്റ്റ് ചെയ്യാനുള്ള ബേസിക്കലി അവള് നല്ലൊരു വ്യൂവറാണ്. അവള് നന്നായിട്ടൊരു കാര്യത്തെ ജഡ്ജ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. നമുക്കൊരു ഇൻപുട്ട് സൈഡ് എങ്ങനെ പല സ്ക്രിപ്റ്റുകളിലും ലൈക്ക് മിനുവിന്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ വളരെ റെയർ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാറ്. പക്ഷെ ഒരു സിനിമയുടെ പ്രോസസ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ അവള് എങ്കിലും അവള് പറയും അവൾക്ക് ആ ഫൈനൽ സിനിമ ഫ്രഷ് ആയിട്ട് കാണാനാണ് അവൾക്ക് താല്പര്യം. അത് യാതൊരു ബാഗേജസും ഇല്ലാതെ ഒരു സാധാരണ ഓഡിയൻസിന് ഇടയ്ക്കിരുന്ന ആ സിനിമ കാണാനാണ് അവൾക്ക് താല്പര്യം. സോ അതിനെ വെയിറ്റ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ഞാൻ ആക്ച്വലി അത് വിട്ടുപോയതാണ്. ഡയറക്ടേഴ്സ് ഇപ്പോൾ ഒരു പല ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ജോബ് പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ചില ഡയറക്ടേഴ്സ് ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് അത് ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് എൻറ്റയർലി ഡയറക്ഷൻ മാത്രം, അല്ലെങ്കിൽ സ്വന്തം സ്ക്രിപ്റ്റ് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത് അതൊരു മൂവി ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ ചേട്ടൻ ആക്ച്വലി ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ചേട്ടൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഓപ്പൺ ആണ് മറ്റ് സ്ക്രിപ്റ്റുകൾ കേൾക്കാനായിട്ട്, മറ്റ് റൈറ്റേഴ്സിൻ്റെ കഥകൾ കേൾക്കാനായിട്ട് ഞാൻ വളരെ ഓപ്പൺ ആണ്. എനിക്ക് ഉണ്ടാകുന്ന തോട്ടുകൾ ഷെയർ ചെയ്ത് അതിനെ സ്ക്രിപ്റ്റാക്കി ഡെവലപ്പ് ചെയ്യുന്നതിന് ഞാൻ ഓണാണ്. പക്ഷേ എങ്കിലും ഒരു സിനിമയുടെ 3 സ്റ്റേജിൽ, ഇപ്പം ഒരു റൈറ്റിംഗ് സ്റ്റേജിൽ ഒരു ഒരു എവല്യൂഷൻ സ്റ്റേജ് ഉണ്ട്, പിന്നെ പ്രൊഡക്ഷൻ ടൈമിലുള്ള ഒരു എവല്യൂഷൻ സ്റ്റേജ്, പിന്നെ എഡിറ്റിംഗ്, ഫൈനൽ എഡിറ്റ്. ഈ 3 ഏരിയയിലും പ്രോപ്പറായിട്ട് എൻ്റെ കൂടെ ഹാൻഡുള്ള പ്രോജക്റ്റുകൾക്ക് എനിക്ക് കൂടുതൽ താല്പര്യമുണ്ട്. ഇപ്പം ഞാൻ ഈ മാരുലിൻ ഗോപുരങ്ങൾ ഞാനും ചേർന്നാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. ഷൈജൽ PV എന്ന് പറയുന്ന എഡിറ്ററും ഞാനും കൂടെ ചേർന്നിട്ടാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സോ കൂടുതൽ സമയം
സിനിമയുടെ റഷസുമായിട്ടുള്ള ഇൻട്രാക്ഷനും നമ്മളതിൻ്റെ കൂടെ ഇരുന്ന് അതിനെ വീണ്ടും ഷേപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ് ഞാൻ നന്നായിട്ട് ആസ്വദിക്കും. ഞാൻ എഡിറ്ററായിട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ എല്ലാ ഡോക്യുമെന്ററീസും ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ 3 സ്റ്റേജിലും ഒരു നമുക്കൊരു ഫുൾ കൺട്രോളുള്ള ഒരു വർക്ക് ചെയ്യാൻ കൂടുതൽ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ എന്താ പറയാ, ഇത് വേറെ രീതിയിൽ വ്യൂവേഴ്സ് എടുക്കുന്നതല്ല, നമ്മളൊരു അങ്ങനെ ജസ്റ്റ് ചേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഇപ്പൊ നമ്മൾക്കിപ്പോ ഓൾറെഡി നമുക്ക് കുറച്ച് കോൺട്രവേഴ്സീസ് വരുന്നുണ്ട് റിവ്യൂ കേസിൽ, അല്ലെങ്കിൽ സിനിമ ഇറങ്ങിയ ഉടനെ റിവ്യൂസ് പുറത്തുവിടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് പുറത്തുവിടുന്നത്. നമ്മൾ പല അഭിപ്രായങ്ങളും ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ കമ്മിങ് ടു അരുൺ ബോസ്, ലൈക്ക് ഇപ്പോൾ ഒരു ചേട്ടൻ്റെ ഒരു സെക്കൻഡ് മൂവി ഇപ്പോൾ റിലീസ് ആവുന്നു, 3 മൂവി ചെയ്തു. സോ റിവ്യൂ, ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? നമുക്ക് ആരെയും അഭിപ്രായം പറയുന്നതിൽ തടയാൻ പറ്റില്ല. അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാവും. അഭിപ്രായം ടോക്സിക് ആയിട്ട് മാറരുത് എന്നുള്ളത് മാത്രമേ. കാരണം ഇതിന്റെ പിന്നിൽ കുറേ ആൾക്കാരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് നല്ല സിനിമ ഉണ്ടാക്കുക എന്നുള്ള ഒരു സിനിമ മേക്കർ റെസ്പോൺസിബിലിറ്റിയാണ് തീർച്ചയായിട്ടും. പക്ഷെ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു സിനിമ ജോബ് കൊടുക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പൊ ഈ മ്യൂസിക്കൽസ്, പഴയ കാലത്ത് സിംഗിങ് ആൻഡ് ഡാൻസിങ്, ബാക്കില് ഡാൻസ് കളിച്ചിരുന്ന ആൾക്കാർ വരെ ഇന്ന് ജോബില്ല. ഇപ്പൊ മൊണ്ടാഷ് സോങ്സ് ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും ജോബ് ഓഫർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയെ അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ നല്ല സിനിമകൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി സിനിമാക്കാർക്കും ഉണ്ട്. എന്നാൽ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി വ്യൂവേഴ്സിനും. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ ഇതിനകത്തൊരു ടോക്സിക് ആകുന്ന രീതിയിൽ, ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. ഓക്കെ. സോ എപ്പോഴെങ്കിലും അത് ഒരു ചേട്ടൻ ഇപ്പോൾ റിവ്യൂസ് ഒബ്വിയസ്ലി ചേട്ടൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് യു ആർ? ഞാൻ വളരെ കുറച്ച് റിവ്യൂസ് ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ സിനിമകള്, എനിക്ക് റിവ്യൂവേഴ്സ് ഇപ്പൊ പറഞ്ഞ് പലരെയും അറിയൂ പോലില്ല. ഓക്കെ. ഞാൻ വളരെ ഓൺലൈനിൽ ഞാൻ അധികം അങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല സമയം. ബട്ട് സ്റ്റിൽ എപ്പോഴെങ്കിലും ചേട്ടന് തോന്നിയിട്ടുണ്ട്, അതായത് ഒരു നല്ല മൂവി ഒരു റിവ്യൂ കൊണ്ട് മാത്രം വേണ്ട രീതിയിൽ വർക്ക്ഔട്ടായി പോയി? തിരിച്ചും സംഭവിക്കാൻ പാടില്ലേ? ഓക്കെ. തിരിച്ച് ഒരു നല്ലൊരു റിവ്യൂവിനെ ഒരു സിനിമയെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ലേ? അതെ. വർക്കാകാത്തൊരു സിനിമയാണ്. സോ നമുക്ക് അതിനൊരു ടൈം ലൈൻ വെക്കുന്നത് നല്ലതാണോ? ലൈക്ക് ഇപ്പോൾ ഒരു 7 days ടൈം ലൈൻ ഉള്ളത് നല്ലതാണോ? അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? റിവ്യൂ അങ്ങനെ വയ്ക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. കാരണം ആൾക്കാർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ അതിങ്ങനെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് അങ്ങനെ ഒരു തടയിടാനൊന്നും പറ്റില്ല. ഇപ്പം ഇവിടെ ഒരു റിവ്യൂവറെ നമ്മൾ തടഞ്ഞാലും വേറൊരു സ്ഥലത്തിരിക്കുന്ന ഒരു റിവ്യൂവർ അത് സംസാരിക്കുന്നുണ്ടാവും. അതെ. അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവിടെ ആസ് എ ഫിലിം മേക്കർ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം റെസ്പോൺസിബിൾ ആയിട്ട് ക്വാളിറ്റിയുള്ള സിനിമ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കൂടുതൽ നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് ആർക്കും ദേഷ്യത്തിന്റെ എന്താ പറയുക, അത്രയും അഗ്രഷനിലൂടെ ദേഷ്യപ്പെട്ട് നമ്മൾ ശത്രുക്കളൊന്നും അല്ലല്ലോ. അതെ അതെ. യാ ഡെഫിനറ്റ്ലി. സോ ഞാൻ സിനിമ ഇതിൽ ചേട്ടനോട് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു സോഷ്യൽ ടോപ്പിക് എന്തെങ്കിലും ചോദിക്കണമല്ലോ. ചേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ ആസ് എ ഫിലിം മേക്കർ, ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ഒപ്പീനിയൻസ് ഓൺ ഇറ്റ്. സോ എന്താണ് ചേട്ടനിപ്പോൾ അപ്കമിങ് മൂവീസിലെല്ലാം വരുന്നുണ്ട്. ഈ മൂവീസ് അല്ലാണ്ട് ചേട്ടൻ ഇനി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? മൂവീസ് അല്ലാണ്ട് മൂവീസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഫിലിം മേക്കിംഗ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഞാൻ ആർട്ടിസ്റ്റാണ്. എനിക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യമുണ്ട്. ഐ വോണ്ട് ടു ലീഡ് എ വെരി ഗുഡ് ലൈഫ്. ഓക്കെ. അപ്പം നല്ല സിനിമകൾ ഇതിൻ്റെ ഭാഗമാണ്. നല്ല സിനിമകൾ ചെയ്യണം. ഞാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കരിയർ മെഡ്രാസ് സിസ്റ്റം കോളേജിൽ ഞാൻ ഫാക്കൽറ്റി ആയിരുന്നു, ജേർണലിസം മാസ് കോം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ. ഒരു 4-5 വർഷത്തെ, ഇപ്പോൾ 6-7 വർഷത്തെ ടീച്ചിങ് കരിയർ ഉണ്ട്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം LV പ്രസാദ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാക്കൽറ്റിയാണ്. സോ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. വരയ്ക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. എഴുതണം എന്ന് ആഗ്രഹമുണ്ട്. കുറേ കാലമായിട്ട് ഇപ്പോൾ ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല. സോ ഡു യു സ്കെച്ച്? അതായത് ചേട്ടൻ്റെ മൂവീസ് സ്ക്രിപ്റ്റിൽ നമ്മൾ ചേട്ടൻ തന്നെ സ്കെച്ച് ചെയ്യാറുണ്ടോ ക്യാരക്ടേഴ്സ്? ഇല്ല, ഞാൻ തന്നെ ക്യാരക്ടർ ജസ്റ്റ് മേ ബി സ്റ്റിക്ക് ക്യാരക്ടേഴ്സ് അല്ലാതെ ഒരു ഇല്ലില്ല. ഞാൻ ഒരു സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റിനെ കൊണ്ട് അങ്ങനെ നീഡ് ഉള്ളതാണെങ്കിൽ വരപ്പിക്കാം. സോ ഞാൻ ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ അപ്പാർട്ട് ഫ്രം സിനിമ, വെബ് സീരീസ്, ഷോർട്ട് മൂവീസ്, ഇതിലേക്ക് ചേട്ടന് വേറെ ഏതെങ്കിലും ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലും? ഉറപ്പായിട്ടുണ്ട്. വെബ് സീരീസിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സിനിമയാണ് ഞാൻ ഒരു ഫീച്ചർ ലെങ്ത് സിനിമകളാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നുള്ളൂ. ഓക്കെ. സീരീസുകൾ അപ്രോച്ച് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഷോർട്ട് ഫിലിംസ് ഞാൻ കാലകാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി കുറച്ചും കൂടെ
വേറെ ലൈൻ ഓഫ് ഷോർട്ട് ഫിലിംസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ഷോർട്ട് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണമെന്നുണ്ട് ഫ്യൂച്ചറിൽ. മറ്റുള്ളവരുടെ വർക്കുകൾ ഓക്കെ ഷോർട്ട് ഫിലിംസ് മാത്രമല്ല ഫീച്ചർ ലെങ്ത് ഫിലിംസ് ആണെങ്കിലും ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ ഓക്കെ ക്വാളിറ്റി കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള വർക്കുകൾ സപ്പോർട്ട് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാമോ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. ഓക്കെ അഗെയിൻ എന്താ ചേട്ടൻ ഇനി വരുന്ന എല്ലാ അപ്കമിങ് പ്രോജക്ട്സും നന്നാവട്ടെ, വേഴ്സറ്റൈൽ ആവട്ടെ, ചേട്ടൻ്റെ ലൈഫും വേഴ്സറ്റൈൽ ആവട്ടെ, ആൻഡ് ചേട്ടൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തൊരു ഹാപ്പി ലൈഫ് ചേട്ടൻ ഉണ്ടാവട്ടെ. ആൻഡ് അഗെയിൻ വി ആർ എക്സ്പെക്ടിങ് മോർ ഫ്രം യു ആൻഡ് യു ആർ ഗോയിങ് ടു ബോളിവുഡ്. അതും ഞങ്ങൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യും. ഒരുപാട് ഡിലേ ആക്കാണ്ട് അതും ഞങ്ങൾക്ക് തരണം. സോ ബി ദ ബോസ് യു ആർ, അരുൺ ബോസ്, ആൻഡ് ഇറ്റ്സ് അരുൺ ബോസ് വിത്ത് us. താങ്ക് യു. താങ്ക് യു.